തിരുവനന്തപുരത്ത് സെക്രട്ടേറിയറ്റിന് മുന്നിൽ തലമുണ്ഡനം ചെയ്ത് മുടിമുറിച്ചും ആശാപ്രവർത്തകരുടെ പ്രതിഷേധം. രാപകൽ സമരം 50-ാം ദിവസത്തിലേക്ക് കടന്നതോടെയാണ് ആശാപ്രവർത്തകർ സഹന സമരത്തിലേക്ക് കടന്നത്. സമരപ്പന്തലിലെത്തിയ വൈദികൻ രാജു പി ജോർജും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായരും ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് മുടിമുറിച്ചു. വൈകാരിക രംഗങ്ങൾക്കാണ് ഇന്ന് ആശാസമരപ്പന്തൽ സാക്ഷ്യം വഹിച്ചത്. സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ആശമാർ മുടിമുറിച്ച് പ്രതിഷേധിച്ചു. ആദ്യം മുടിയഴിച്ചിട്ട് പ്രതിഷേധ പ്രകടനം നടത്തിയതിനു ശേഷമാണ് ആശമാർ മുടിമുറിച്ചത്. രാപ്പകൽ സമരം 50 ദിവസം പിന്നിട്ടിട്ടും സർക്കാർ മുഖം തിരിഞ്ഞു നിൽക്കുന്ന സാഹചര്യത്തിലാണ് വ്യത്യസ്ത പ്രതിഷേധം. സമരത്തെ നയിക്കുന്ന മിനി ആദ്യം മുടിമുറിച്ചു. പിന്നാലെ ആശാപ്രവർത്തകരായ പത്മജിയും ബീനയും തല മുണ്ടനം ചെയ്തു. സർക്കാരിനെതിരെ അത്യുച്ചത്തിൽ മുദ്രാവാക്യം മുഴക്കിയാണ് മുടിമുറിച്ചുള്ള പ്രതിഷേധം. പ്രതിഷേധത്തിനിടയിൽ പലരും വിതുമ്പുന്നതും കാണാമായിരുന്നു. വികാരം അടക്കി പിടിക്കാനാകാതെ ചിലർ പൊട്ടിത്തെറിച്ചു. ഞങ്ങളെ എന്തിനു സാറേ ഇങ്ങനെ? ഞങ്ങള് പാവങ്ങളല്ലേ? ഞങ്ങൾ 232 രൂപയ്ക്ക് ജോലി ചെയ്യണ പാവങ്ങളല്ലേ സാറേ? എന്തിനാ ഞങ്ങളോട് ഈ വാശി? ഇതാരോടാ വാശി? സഹിക്കണില്ല സാറേ. ഇത്രയും പൊട്ടി പോണ്. എനിക്കിവിടെ എന്തോ ഇരിക്കുന്നത്. എനിക്ക് പൊട്ടി പോണ് സാറേ. ഞങ്ങളിന്ന് 50 ദിവസം കൊണ്ട് രാവും പകലും മുടിമുറിച്ച് കൈകളിലേന്തി നട്ടുച്ചവെയിലിൽ സെക്രട്ടേറിയറ്റ് പരിസരത്ത് പ്രതിഷേധ പ്രകടനവും നടത്തി. അതിനിടയിൽ സമരപ്പന്തലിലെത്തിയ പത്തനംതിട്ടയിലെ വൈദികൻ രാജു പി ജോർജും യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി വീണ എസ് നായരും മുടിമുറിച്ച് ആശാപ്രവർത്തകർക്ക് ഐക്യദാർഢ്യം അറിയിച്ചു. സമരത്തിന് അനുഭാവം പ്രകടിപ്പിച്ചുകൊണ്ട് ആ ഒരു സംഘം എല്ലാ കോണുകളിൽ നിന്നും ഇതുപോലെയുള്ള ഫാദർ വന്നാണ്ടില്ലേ, അദ്ദേഹത്തിന് രാഷ്ട്രീയത്തിന്റെ പേരിലൊന്നുമല്ലല്ലോ, ഞങ്ങളോടുള്ള അനുഭാവം ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചു പിന്തുണ കൂടുന്നുണ്ട്. തീർച്ചയായിട്ടും ഓരോ ദിവസം കഴിയുന്നു. 3 ആശമാർ നടത്തുന്ന അനിശ്ചിതകാല നിരാഹാര സത്യാഗ്രഹം 12-ാം ദിവസത്തിലേക്ക് കടന്നു. ഇന്ന് മുടിമുറിക്കൽ പ്രതിഷേധം പൊതുപ്രവർത്തക പി ഉഷയാണ് ഉദ്ഘാടനം ചെയ്തത്. BJP മുൻ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രനും സമരപ്പന്തലിലെത്തി. വേതന വർധനവ് ഉൾപ്പെടെ ഉന്നയിച്ച ആവശ്യങ്ങൾ അംഗീകരിച്ചില്ലെങ്കിൽ സമരം ശക്തമായി തുടരാനാണ് ആശാപ്രവർത്തകരുടെ തീരുമാനം. ടീം റിപ്പോർട്ടർ, തിരുവനന്തപുരം.